നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒരു വിവരമില്ലാതിരുന്ന രാഗി ഒരു സുപ്രഭാതത്തിൽ ദീമോൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കോ? അപ്പോ അതിനർത്ഥം അവൾക്കൊപ്പം അല്ലെങ്കിൽ അവളെ സഹായിക്കാൻ ഏതോ ഒരു ശക്തി കൂടെ ഉണ്ടെന്നാ. മോള് ടെൻഷൻ ആവണ്ട. രാക്ഷസ് ഇനിയും വരും എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ. ഒരിക്കലും ഞാൻ അവൾക്ക് കൊടുക്കില്ല എന്റെ തീയെ. രാഖി, അവൾ ഇനി ദിയമോളെ കാണുക പോലും ചെയ്യരുത്. മാധവേട്ട, എനിക്ക് ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ ഫോൺ. വന്ദനമോളാണല്ലോ. ഇവളെന്താ ഈ സമയത്ത്? എന്തെങ്കിലും അത്യാവശ്യം കാണും. എടുക്ക്. എന്താ മോളെ? അച്ഛൻ ഉറങ്ങിയോ? ഒരുറക്കം കഴിഞ്ഞു. എന്താ മോളെ, എന്തായി രാത്രിയില്? അച്ഛാ, ദീമോൾ ഉറങ്ങിയോ? അവള് നല്ല ഉറക്കത്തിലാ. ഇപ്പൊ അവളെ വിളിക്കണോ? വേണ്ട, ഉറങ്ങിക്കോട്ടെ. എന്താ മോളെ, അവളെ ഈ രാത്രി തന്നെ വിളിക്കണമെന്ന് എനിക്ക് തോന്നിയത്? അച്ഛാ, മറ്റൊന്നും കൊണ്ടല്ല. രാഖിയെ സൂക്ഷിക്കണോ അച്ഛാ? അവൾ ഏത് നിമിഷവും വരും എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ. ദീമോള എന്റെ ലോകം. അവളില്ലാത്ത ലോകത്ത് വന്ദന ഉണ്ടാവില്ല. എന്താ മോളെ നീ പറയുന്നത്? മോളിപ്പോ ജഗന്റെ ഭാര്യയാ. നിന്റെ ജീവിതകാലം വരെ നീ അവരോടൊപ്പമാ കഴിയേണ്ടത്. ദിയമോൾ ഇവിടെ സുരക്ഷിതയാ. അവളെ ഓർത്ത് നീ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. അതല്ല അച്ഛാ, രാഖി അച്ഛൻ അറിഞ്ഞൂടാത്തോണ്ട. സാഗറിനേക്കാളും വലിയ അപകടകാരിയാ രാഖി. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയ പിന്നെ ലക്ഷ്യം കാണാതെ പിന്മാറില്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് രാഖിയുടെ പിറകിൽ മറ്റാരോ ഉണ്ടെന്നാ. ഇല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒരു വിവരമില്ലാതിരുന്ന രാഖി ഒരു സുപ്രഭാതത്തിൽ ദീമോൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കോ? അപ്പോ അതിനർത്ഥം അവൾക്കൊപ്പം അല്ലെങ്കിൽ അവളെ സഹായിക്കാൻ ഏതോ ഒരു ശക്തി കൂടെ ഉണ്ടെന്നാ. മോള് ടെൻഷൻ ആവണ്ട. മാധവേട്ട, ഫോണിങ് വന്നേ. അമ്മ ചോദിക്കുന്നു, ഞാൻ കൊടുക്കാം. മോളെ, ദിയമോൾക്ക് ഒന്നും സംഭവിക്കില്ല. മോള് സമാധാനായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വേണമെങ്കിൽ നമുക്ക് അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. വേണ്ടമ്മേ, അതൊക്കെ കൂടുതൽ അപകടമാവും. നീ ആ ഫോണിങ് തന്നെ. മോളെ, നീ ഇപ്പൊ കിടന്ന് ഉറങ്ങ. നേരം വെളുക്കുമ്പോ എന്താണ് വേണ്ടെന്ന് വെച്ചാ അച്ഛൻ അത് ആലോചിച്ച് ചെയ്യാം. ശരി അച്ഛാ. ശരി മോളെ. ദിയമോൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നുള്ള പേടിയ വന്ദനയ്ക്ക്.
ചന്ദ്രു, നീ ഉറങ്ങാൻ നോക്ക്. ഒരമ്മയാവാൻ സ്വന്തം വയറ്റിൽ തന്നെ പറക്കണമെന്നില്ല, അല്ലേ ചന്ദ്രു? ആ, നീ കിടക്ക. ഹരിതേ, 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 വാതില് തുറക്ക്. മനോജെ, മനോജെ, എഴുന്നേക്ക് മനോജെ. കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. എടാ എഴുന്നേക്ക്, ആരും വിളിക്കുന്നെന്ന്. എഴുന്നേക്ക്. ശ്ശോ. ദേ, ആരോ വന്നിട്ടുണ്ട്. ഈശ്വര, ഇനി അച്ഛനെങ്ങാനും ആയിരിക്കോ? നീ ഇവിടെ ഉണ്ടെന്നെങ്ങാനും അച്ഛൻ അറിഞ്ഞോ? എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. മനോജ, നീ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്ക. ഈ കട്ടിന്റെ അടിയിൽ കയറിക്കോ. അയ്യോ, അടിയിൽ കയറാൻ പറ്റൂല. നീ എവിടെ വിളിക്ക്. ഹരിതേ, നിനക്കിതെന്താ പറ്റിയേ? ഞാൻ നിന്റെ രഹസ്യക്കാരനൊന്നുമല്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവാ. എടാ, നിന്നെ അച്ഛൻ ഇവിടുന്ന് ഇറക്കി വിട്ടതാ, അത് നീ ഓർക്കണം. മനോജ്, ആരെങ്കിലും കണ്ട പ്രശ്നമാവും. എടാ, ദേ വിളിക്കുന്നു. ഹരിതേ, എടാ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് പോയി ഒളിക്ക് പ്ലീസ്. നീ പോയി വാതിൽ തുറക്ക്, അല്ലെങ്കിൽ ഞാൻ തുറക്കാം. വേണ്ട, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ? നീ വന്നേ, ഇങ്ങോട്ട് ഇറങ്ങി വാ. എടാ, ഒന്ന് വാ മനോജ്. നടക്കും, ചുമ്മാ നടക്കും. ഇങ്ങോട്ട് നീ ദേ ഇവിടെ വിളിച്ചാ മതി. കേറ്. ഇവിടെ നിന്നോണേ, അനങ്ങല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.